കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ റംബുട്ടാനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് പൂക്കാതെയും കായ്ക്കാതെയും നിന്ന റംബുട്ടാനെ ഒരു ട്രിക്കൊക്കെ കാണിച്ചപ്പോഴത് പൂക്കാനായിട്ട് തുടങ്ങി. ഒരു ഡൗട്ടും കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. റംബുട്ടാൻ പൂത്ത് കഴിഞ്ഞാൽ അതിന് നനയ്ക്കണോ, അതിന് വെള്ളം കൊടുക്കണോ എന്നുള്ളതാണ്. ഇപ്പം തീർച്ചയായിട്ടും റംബുട്ടാൻ പൂത്ത് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പൂവിനകത്ത് വെള്ളം വീഴാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൂവിനകത്ത് വെള്ളം വീണാൽ അതിനകത്ത് വരുന്നതായ കൊച്ചു കൊച്ചു മണികൾ, അതായത് നമ്മുടെ റംബുട്ടാൻ കായകൾ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് പൂക്കളിൽ വെള്ളം വീഴാതെ നമ്മുടെ ചെടിയെ നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ട്, തളിർത്തും ഒക്കെ വരുന്നുണ്ട്. അപ്പം ആകെക്കൂടെ ഒരു ചെറിയൊരു ചെടിയാണ്, കണ്ടോ. അതിൻ്റെ ചുവട്ടിൻ്റെ കനമൊക്കെ കണ്ടോ, വളരെ ചെറുതാണ്. അതിനകത്ത് ജൈവ സ്ലറി ഒക്കെ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി കൊടുത്തത് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ പുതയിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ അതിന് ഒരു തണലും കിട്ടും, നല്ല ഉഷാറായിട്ട് വളരുകയും ചെയ്യും.